അതിനകത്ത് നല്ല കുത്തിത്തിരിപ്പുണ്ട്. ജനങ്ങൾക്ക് എത്തേണ്ടതെത്തും. രാഷ്ട്രീയ വക്താവായിട്ട് വരരുത്. വെറുതെ തീപ്പന്തല് തൊട്ട് കളിക്കരുത്. തൊട്ട് കളിച്ചാലേ ലാലേട്ടൻ പറയും പോലെ നിന്റെ 6 അടി 1.5 ഇഞ്ചിൽ ഞാൻ സവാരി ഗിരിഗിരി നടത്തും. തീപ്പന്തലിൽ എഴുന്ന രാജ്ബോസ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ? ആ മുടി നീട്ടി വളർത്തിയാളാ. വയനാട് ദുരന്തം സംബന്ധിച്ച ചോദ്യങ്ങളോട് ക്ഷോഭത്തോടെ പ്രതികരിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേരളത്തിന് സഹായം വേണ്ടേ? സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടോ? അതിനുള്ള കാര്യങ്ങൾ നടത്തും. സഹായം മാത്രമല്ല, ഇനി ഇതുണ്ടാവാതിരിക്കാനുള്ള അതാണ് മുഖ്യം. അവിടെയാണ് ശരിക്കും ട്വിസ്റ്റ്. ഇതിനെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കേണ്ട കാര്യമില്ലെന്നും കേന്ദ്ര സഹായം നൽകാനുള്ള സമയമായിട്ടില്ലെന്നും സുരേഷ് ഗോപിയുടെ മറുപടി. ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കിയപ്പോൾ എന്തൊരാശ്വാസം. അമിത്ഷാ അടക്കം പാർലമെന്റിൽ ഈ കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു, വയനാട്ടിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യം പാർലമെന്റിലടക്കം പറയുകയും ചെയ്തു. മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യം പാർലമെന്റിലടക്കം പറയുകയും ചെയ്തു. അപ്പോൾ മുന്നറിയിപ്പ് തന്നിരുന്നോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. അന്ന് ഈ ആളുകളെ ഒഴിപ്പിക്കേണ്ട ഒരു നടപടി ഉൾപ്പെടെ ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരും ചെയ്യേണ്ടതായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആരാധകരെ കണ്ട എനിക്ക് ജലദോഷമുള്ള ശരണമയ്യപ്പ മകരവിളക്ക് കണ്ട് ഓരോരോ പട്ടിത്തീട്ടങ്ങളെ. ഇനി കഥയിലേക്ക് കിടക്കാം. ഹരിത ട്രിബ്യൂണലിന്റെ നിർദ്ദേശപ്രകാരം കേന്ദ്ര സർക്കാർ പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു സമിതിയെ നിയോഗിച്ചു. 2010 അത്. അതിന്റെ അധ്യക്ഷനാണ് പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ ജനങ്ങൾ കുടിയൊഴിഞ്ഞു പോകേണ്ടി വരുമെന്നതായിരുന്നു ഒരു കുപ്രചരണം. ഓരോരോ പട്ടിത്തീട്ടങ്ങളെ. എന്നാൽ ഗാഡ്ഗിൽ കമ്മിറ്റി ഒരിടത്തു നിന്നും ജനങ്ങളെ കുടിയൊഴിപ്പിക്കാൻ റിപ്പോർട്ടിൽ എവിടെയും നിർദ്ദേശിക്കുന്നില്ല. പരിസ്ഥിതിയെ പരിഗണിക്കണമെന്ന വിഷയം വന്നതോടുകൂടി പ്രതിഷേധങ്ങളും ഉയർന്നു. മാധവ് ഗാഡ്ഗിലിനെ ഇടുക്കിയിൽ കാലുകുത്തിക്കില്ലെന്ന് വരെ ചിലർ പറഞ്ഞു. എന്നിട്ട് എന്തായെന്നറിയോ? ഇപ്പോൾ ഏറ്റവും അധികം പ്രളയത്തിന്റെ ദുരന്തം അനുഭവിച്ച ജില്ലകളിലൊന്ന്. പരിസ്ഥിതിയെ പരിഗണിക്കണമെന്ന വിഷയം വന്നതോടുകൂടി പ്രതിഷേധങ്ങളും ഉയർന്നു. മാധവ് ഗാഡ്ഗിലിനെ ഇടുക്കിയിൽ കാലുകുത്തിക്കില്ലെന്ന് വരെ ചിലർ പറഞ്ഞു. തണ്ണീർത്തടങ്ങൾക്ക് ജീവജലം നൽകുന്നതായിരുന്നു 2008 പാസാക്കിയ തണ്ണീർത്തട സംരക്ഷണ നിയമം. എന്നാൽ 30 വകുപ്പുകളുള്ള മൂല നിയമത്തിലെ 11 പ്രധാന വകുപ്പുകളും ഇടത് സർക്കാർ ഭേദഗതി ചെയ്തു. ചോരവീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ജയിക്ക് ചിന്തയേറെ വെള്ള പൂച്ചി തോൽക്കവേ നോക്കുവിൻ സഖാക്കളെ നമ്മളെറിഞ്ഞ ക്യാപ്സൂളുകൾ ചാനലുകാർ തൂത്തുവാരി വേസ്റ്റ് കൊട്ടയിലിട്ടിതാ. ലാൽ സലാം ലാൽ സലാം